നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോൺ ചെയിൻ്റെ സെക്കൻഡ് മെത്തേഡാണ് കേട്ടോ പഠിക്കുന്നത്. ഈ സ്റ്റിച്ചിനെ കാട്ടാ സ്റ്റിച്ച് എന്നാണ് കേട്ടോ കറക്റ്റായിട്ട് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് ലൈൻ വരച്ച് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്റ്റോൺ ചെയിനിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നല്ലോ, കളേഴ്സൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ. സ്റ്റോൺ ചെയിൻ ഇതേപോലെ നമ്മൾ വരച്ച ആ ലൈനിൻ്റെ അതേ മെഷർമെൻറ്റിൽ വെക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. വെക്കുമ്പം നല്ല നീളത്തിൽ വലിച്ച് വെക്കുക കേട്ടോ. ഗമ്മ് കുറച്ച് മാത്രം അപ്ലൈ ചെയ്യുക, ഒരുപാട് അപ്ലൈ ചെയ്യല്ല, കാരണം അന്നേരം പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ജസ്റ്റ് ആ ലൈനിൽ മാത്രം വരുന്ന രീതിയിൽ ഗം അപ്ലൈ ചെയ്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുമ്പോൾ നല്ല നീളത്തിൽ പിടിച്ച് ഒട്ടിക്കുക. ആ സ്റ്റോൺസ് എല്ലാം അടുപ്പിച്ച് വരുന്ന രീതിയിൽ ഒട്ടിക്കല്ല്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഗം അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ സ്റ്റോൺ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവൂ. ഇപ്പോൾ ഈ ചെയിൻ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, കണ്ടോ, മൂവ് ആകുന്നില്ല. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ 2 സ്റ്റോണിൻ്റെയും സെൻറ്ററിൽ നിന്നല്ലേ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ഫസ്റ്റ് സ്റ്റോണിൽ നിന്ന് തന്നെ നമ്മുടെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യും. മാത്രമല്ല ഇവിടെ സ്റ്റിച്ചിലും വ്യത്യാസമുണ്ട്. ആദ്യം ഞാനൊന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം, അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ബട്ടൺ ഹോൾ മോഡലല്ലേ ചെയ്തത്, പക്ഷേ ഇവിടെ ബട്ടൺ ഹോൾ മോഡലല്ല, ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഓരോ സ്റ്റോണിൻ്റെയും ഇടയിലൂടെ സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ ക്ലാസ് 12ൽ ബോക്സ് ചെയിൻ സ്റ്റിച്ച് പഠിച്ചില്ലേ, സെയിം അതേപോലെയാണ് കേട്ടോ. ബോക്സ് ചെയിനിൽ നമ്മൾ സ്ലാൻഡിങ് ആയിട്ടായിരുന്നു മുകളിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ സ്റ്റോണിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ നോർമൽ സ്വിങ് ത്രെഡ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ സിൽക്ക് ത്രെഡ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സിൽക്ക് ത്രെഡ് നിങ്ങൾക്ക് ഏത് കളർ വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ സിൽക്ക് ത്രെഡ് ഡബിൾ ലെയറിൽ കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഡബിൾ ലെയർ എടുത്താണ് കേട്ടോ സിൽക്ക് ത്രെഡ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇവിടെ ഫസ്റ്റ് സ്റ്റോണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. ഇനി ഫസ്റ്റ് സ്റ്റോണിൻ്റെ എൻഡിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നേരെ ആ 2 സ്റ്റോണിൻ്റെ ഇടയിലൂടെ മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച്. ഇനി മുകളിൽ ഒരു ഹൊറിസോണ്ടൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് സെക്കൻഡ് സ്റ്റോണിൻ്റെ ഇടയിലൂടെ താഴേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ ഡ്രോ ചെയ്ത് കാണിച്ചതുകൊണ്ട് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ബിഗിനേഴ്സ് ഫസ്റ്റ് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്ത് തന്നെ ചെയ്യണം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ സ്റ്റിച്ച് നോർമൽ ത്രെഡിൽ ചെയ്യല് കേട്ടോ, സിൽക്ക് ത്രെഡ് തന്നെ യൂസ് ചെയ്യണം. നമുക്ക് ആ ഒരു ത്രെഡും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാട്ടാ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു ലൈനിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തു. ഇനി ഈ സ്റ്റിച്ച് ഇവിടെ തീരുന്നില്ല കേട്ടോ, നേരെ താഴേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. ഞാൻ അതൊന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ലാസ്റ്റ് സ്റ്റിച്ച് കഴിയുമ്പോൾ ആ ഒരു ലാസ്റ്റ് സ്റ്റോണിൻ്റെ സൈഡിലൂടെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റോണിൻ്റെ എല്ലാ സൈഡിലും സ്റ്റിച്ച് കവറാവും. ഇനി സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. ഇവിടെ സെൻറ്ററിൽ 2 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം 1 സൈഡ് പോകുമ്പോഴും അതുപോലെ റിവേഴ്സ് വരുമ്പോഴും സെൻറ്ററിൽ സ്റ്റിച്ച് വരുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡിൽ സ്റ്റോൺ മാത്രമേ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളായിരുന്നു. ഇവിടെ നമുക്ക് ത്രെഡും കൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലാസ്റ്റിലത്തെ ആ ഒരു സ്റ്റിച്ച് കഴിയുമ്പോൾ ആ സ്റ്റോണിനെ കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം എൻഡ് നോട്ടും കൊടുക്കാം. ഇനി ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഔട്ട്ലൈൻ കൂടി കൊടുക്കണം. ഔട്ട്ലൈൻ സെയിം കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഗ്യാപ്പ് ഒട്ടും വരാൻ പാടില്ല കേട്ടോ. നമ്മൾ ആ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ത്രെഡിനോട് ചേർന്ന് തന്നെ കൊടുക്കണം. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് അടുപ്പിച്ച് തന്നെ ഔട്ട്ലൈൻ കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു കാട്ടാ സ്റ്റിച്ച് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നും കൂടി നോക്കാം. സ്റ്റോൺ ഒട്ടിക്കാതെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഒരു ലൈൻ വരച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കയറി ഇറങ്ങിയൊക്കെ പോകും. ആ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്ത ശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റോണിനനുസരിച്ച് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി കൊടുക്കാം. സ്റ്റോണിനെ നീഡിൽ കൊണ്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഫസ്റ്റ് സ്റ്റോണിൻ്റെയും സെക്കൻഡ് സ്റ്റോണിൻ്റെയും സെൻറ്ററിലൂടെ മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ഹൊറിസോണ്ടലായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നേരെ താഴേക്ക് നമ്മൾ ഡ്രോ ചെയ്ത ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം.
അപ്പോൾ താഴത്തെ സ്റ്റിച്ച് എപ്പോഴും നമ്മൾ ഡ്രോ ചെയ്ത ലൈനിൽ തന്നെ കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ഞാൻ വലിയ സൈസിൽ സ്റ്റോൺ ചെയിൻ ആയിരുന്നു സ്റ്റിച്ച് ചെയ്ത് കാണിച്ച്. ഇത് ചെറിയ സൈസ് സ്റ്റോൺ ചെയിനാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റിച്ച് കറക്റ്റായിട്ട് എടുത്ത് കാണാത്തത്. ബിഗ് സൈസ് സ്റ്റോൺ ആകുമ്പോൾ ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അതേസമയം ഇതുപോലത്തെ സ്മാൾ സൈസ് സ്റ്റോൺ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ചെയ്യാൻ. ഇവിടെ ഞാൻ സ്റ്റോൺ കട്ട് ചെയ്തിട്ടില്ല. ആ ലൈനിൻ്റെ ലാസ്റ്റിൽ നമുക്ക് എത്ര ചെയിൻ വേണോ അതിനനുസരിച്ച് സ്റ്റോൺ വിട്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ലൈനിൻ്റെ എൻഡിങ് എത്തി. ഇവിടെ നമുക്ക് ഒരു സ്റ്റോൺ മതിയാവും. അപ്പോൾ ആ ഒരു സ്റ്റോൺ വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് സ്റ്റിച്ച് കഴിയുമ്പോൾ നേരെ താഴേക്ക് സ്റ്റിച്ച് എടുക്കുക. ഇനി വീണ്ടും ഇതേപോലെ തന്നെ റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യണം. റിവേഴ്സ് സ്റ്റിച്ച് കൊടുക്കാതെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്കെപ്പോഴും ഒരു ഫിനിഷിങ് തോന്നിയിട്ടുള്ളത് റിവേഴ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ്. റിവേഴ്സ് സ്റ്റിച്ച് കൊടുക്കാതെ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ആ ഓരോ സ്റ്റോണിൻ്റെ ഇടയിലത്തെ ഗ്യാപ്പ് എടുത്തറിയും. അപ്പോൾ ഫിനിഷിങ് കിട്ടുന്നത് എപ്പോഴും നമ്മൾ റിവേഴ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ്. ഇപ്പോൾ സ്റ്റിച്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഔട്ട്ലൈൻ സെയിം ത്രെഡ് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എൻഡ് നോട്ട് കൊടുക്കാതെ ഡയറക്റ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. ബ്ലൗസിൽ നമ്മൾ കാട്ടാ സ്റ്റിച്ച് നെക്കിലൊക്കെ യൂസ് ചെയ്യുമ്പം സാരിയുടെ കളർ വേണമെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാം. ഇനി ഇവിടെ ലാസ്റ്റിൽ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഒരു കർവ് ഫിഗറും കൂടി പ്രാക്ടീസ് ചെയ്യാം. ഞാനിവിടെ ഒരു വേവ് ടൈപ്പ് പിക്ചറാണ് കേട്ടോ വരയ്ക്കുന്നത്. മുകളിൽ ചെയ്ത പോലെ തന്നെ ആ ലൈനിൻ്റെ അറ്റത്തുനിന്ന് നമുക്ക് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം നമുക്ക് ആ സ്റ്റോണിൻ്റെ വലിപ്പത്തിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഞാനിവിടെ വലിയ സ്റ്റോണാണ് എടുക്കുന്നത്. അപ്പോൾ ആ വലിയ സ്റ്റോണിൻ്റെ അത്രയും ലെങ്ത്തിലാണ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി സ്റ്റോണിനെ ഇതേപോലെ വെച്ച് കൊടുത്ത് ആ രണ്ട് സ്റ്റോണിൻ്റെ ഇടയിൽ ഗ്യാപ്പിലൂടെ മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇനി വീണ്ടും ഹൊറിസോണ്ടലായിട്ട് സെക്കൻഡ് സ്റ്റോണിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും സെക്കൻഡ് സ്റ്റോണിൻ്റെ സെൻറ്ററിലെ ഗ്യാപ്പിലൂടെ നമ്മൾ ഡ്രോ ചെയ്ത ആ ലൈനിലേക്കാണ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. വീണ്ടും ആ ലൈനിൽ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. മുകളിലേക്ക് ആ ഗ്യാപ്പിലൂടെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ആ ഗ്യാപ്പിലൂടെ താഴേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആ ലൈനിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കർവ് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞാൻ പിന്നെ സ്റ്റോൺ കട്ട് ചെയ്തിട്ടില്ല. ലാസ്റ്റിൽ നമുക്ക് എത്ര സ്റ്റോൺ ആണോ ബാക്കി വേണ്ടുന്നത് അതനുസരിച്ച് കട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് മെത്തേഡിൽ കർവ് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു, ഈസി ആയിട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഈ മെത്തേഡിൽ കർവ് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇൻസൈഡിലും കൂടി സ്റ്റിച്ച് കൊടുക്കുന്നില്ലേ. അപ്പോൾ ഇൻസൈഡിൽ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് താഴത്തെ ആ ഒരു വരച്ച ലൈനിൽ അഡ്ജസ്റ്റ് ആകുന്ന രീതിയിൽ, ആ ഷേപ്പിന് അഡ്ജസ്റ്റ് ആകുന്ന രീതിയിൽ തന്നെയാണ് ഇൻസൈഡിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ കർവ് ഫിഗർ നിങ്ങൾ ഒട്ടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ഇതേപോലെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഒട്ടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ സ്റ്റോൺസൊക്കെ അടുത്ത് പോകും. അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒട്ടിക്കാതെ ഡയറക്റ്റ് ഇതേപോലെ ഒന്ന് ആ ഒരു ഷേപ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ആ ലൈനിൻ്റെ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ സ്റ്റോൺ വേണ്ടുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ ആ സ്റ്റോണിനെ സ്റ്റിച്ച് ചെയ്തല്ലോ. അപ്പം മൂവ് ആകാതെ തന്നെ ഇരിക്കും. അതുകൊണ്ട് റിവേഴ്സ് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. റിവേഴ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്ലൈൻ കൂടി കൊടുക്കാം. സെയിം കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എൻഡ് നോട്ട് ഇടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഔട്ട്ലൈൻ കൊടുക്കാം. കാട്ടാ സ്റ്റിച്ചിൽ നമ്മൾ സെയിം കളർ തന്നെയാണ് കൂടുതലും കൊടുക്കാറ്. പിന്നെ നിങ്ങൾക്ക് ബീഡ്സോ അല്ലെങ്കിൽ ജെറി ത്രെഡിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇനി ഒരു ട്രയാങ്കിൾ ഫിഗർ കൂടി ചെയ്യാം. അപ്പോൾ കോർണറൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു എന്ന് മനസ്സിലാവുമല്ലോ. ആദ്യം വൺ സൈഡ് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റോണിനെ ഇതേപോലെ ഫിക്സ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നീഡിൽ കുത്തി ത്രെഡ് എടുത്തു, ചെയിൻ സ്റ്റിച്ച് കൊടുത്തു. ഇനി സ്റ്റോണിനെ ഇതേപോലെ ഫിക്സ് ചെയ്ത് മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇനി സ്റ്റിച്ച് പറഞ്ഞു തരണ്ടല്ലോ, സ്റ്റിച്ച് ഇപ്പം നമ്മൾ പഠിച്ചല്ലോ. ഇപ്പോൾ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി സ്റ്റോൺ കട്ട് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റിച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് റിവേഴ്സ് പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് അടുത്ത സൈഡ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. കാരണം ഇതൊരു ക്ലോസ്ഡ് ഫിഗർ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ് പോകാതെ അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്തത്.
അടുത്ത സൈഡും കോർണർ എത്തുമ്പം ആ സ്റ്റോണിനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും അടുത്ത സൈഡ് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ വൺ സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, റിവേഴ്സ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഓരോ സൈഡായിട്ട് വേണമെങ്കിൽ റിവേഴ്സ് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇപ്പോൾ ഫുള്ള് ട്രയാങ്കിൾ ഷേപ്പ് വൺ സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി തേർഡ് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യാം. 3 സൈഡും ഒരുമിച്ച് നമുക്ക് ഇതേപോലെ റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല, ഓരോ സൈഡായിട്ട് വേണേലും റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യാം. ഔട്ട്ലൈൻ ഏറ്റവും ലാസ്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ റിവേഴ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ ഇൻസൈഡും കൊടുക്കണം, ഔട്ട് സൈഡും കൊടുക്കണം. ഇനി നമുക്ക് ഇൻസൈഡിലും കൂടി ഔട്ട്ലൈൻ കൊടുക്കാം. ഇപ്പോൾ കാട്ടാ സ്റ്റിച്ച് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലായില്ലേ? കർവും കോർണറും ഒക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്